ഭാഗ്യം കൊണ്ടുവരുന്ന ആയുധമാണ് പോസിറ്റീവ് തിങ്കിങ്. ഇതാ ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ, ഈ പണിയായുധം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം കൊണ്ടുവരാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശരിക്കും ആളുകൾക്ക് അറിയില്ല. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ദുരിതങ്ങൾ തീർക്കണമേ എന്ന് പറയുമ്പോൾ ഈ ദുരിതത്തിൽ കയറി മൈൻഡ് പിടിക്കും. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, നിങ്ങൾ എന്നെ എടുത്തോ, എന്നെ എന്ന് സഹായിക്കണം, വയ്യ എന്നൊക്കെ പറഞ്ഞ ഇരവാദികളുടെ ഒരു സാധനം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഇവരാണ്. സർക്കാരിനെ കുറ്റം പറയും, ചുറ്റുമുള്ളവരെ മൊത്തം കുറ്റം പറയും. ഇരവാദികൾ, എന്റെ തകർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരാണെന്ന് സദാ പറഞ്ഞുകൊണ്ടിരിക്കും. ഹലോ റോബിൻജി, നമസ്കാരം. നമുക്ക് മൂന്നാമത്തെ ഭാഗ്യ എപ്പിസോഡിലേക്ക് കയറുകയാണ്. This video is powered by Medimix. ഭാഗ്യ ചിന്തകൾ, അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. കാര്യം ഇത് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, എന്താണ് ഭാഗ്യമെന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ നമുക്ക് ഇടാൻ കഴിഞ്ഞു. ഭാഗ്യത്തിന്റെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി. ഭാഗ്യം വരുന്ന വഴികൾ എങ്ങനെയാണെന്നും അത് മനസ്സുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ എപ്പിസോഡിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് ഭാഗ്യത്തിൽ പോസിറ്റീവ് ചിന്തകളുടെ ശക്തി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാരും പറയുന്നതാണ്, എല്ലാവരും ഇത് പറയുന്നുണ്ട്. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ ഭാഗ്യമായിട്ട് കണക്റ്റഡ് ആണ്. ഭാഗ്യമായിട്ട് കണക്റ്റഡ് ആണ്, തീർച്ചയായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എപ്പോഴും ഇടപിരിച്ചാൽ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന ആശയം ആദ്യമായി ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് ഡോക്ടർ നോർമൻ വിൻസെന്റ് പീലാണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ ലോകത്ത് അറിയപ്പെടുന്ന ക്രിയാത്മകമായിട്ട് ഈ പറയുന്ന ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ ചിന്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു പ്രീസ്റ്റ് എന്നതിനപ്പുറത്ത് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഒരു ചിന്ത ഈ രൂപത്തിൽ ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം മനസ്സ് ഈ ഭാഗ്യത്തിന്റെ ഒരു കേന്ദ്രമാണെന്ന് നമ്മൾ കണ്ടു. മനസ്സാണ് അതിന്റെ ഒരു കേന്ദ്രം എന്ന് നമ്മൾ കണ്ടു. ആ കേന്ദ്രത്തിലെ ഇന്ധനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതാണ് പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ആ കേന്ദ്രത്തിലെ ഇന്ധനമാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അത് നമ്മളെ മനസ്സാണ് ഇത് സൃഷ്ടിക്കുന്നതെങ്കിൽ, ഒരു കേന്ദ്രം, ഈ ഭാഗ്യം കൊണ്ടുവരുന്നതിന്റെ കേന്ദ്രം മനസ്സാണെങ്കിൽ അതിനകത്തുകൊണ്ട് എനർജി ഉണ്ടാക്കുന്ന ഇന്ധനമുണ്ടല്ലോ, ആ ഇന്ധനത്തിന്റെ പേരാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് ചിന്തകളുടെ ശക്തി, പോസിറ്റീവ് ചിന്തകൾ വിറക് പോലെ, അത് തന്നെ കറക്റ്റ്, ഇന്ധനം പോലെ, ഗ്യാസ് പോലെ, അതാണ് ഈ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാത്മകമായ ആയുധം എന്നാണ് അതിനെ വിളിക്കുന്നത്. ക്രിയാത്മകമായ ആയുധം നമുക്ക് ഗുഡ് ഫോർച്യൂൺ കൊണ്ടുവരുന്നതിൽ, ഭാഗ്യം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആയുധമാണ്, ഒരു പണിയായുധമാണ്. ഭാഗ്യം കൊണ്ടുവരുന്ന ആയുധമാണ് പോസിറ്റീവ് തിങ്കിങ്. അതാണ് അങ്ങനെ വേണം അതിനെ പറയാൻ. നമ്മുടെ കൈ വേണം, അത് വേണം. ഈ ആയുധം കയ്യിലുണ്ടെങ്കിൽ, ഈ പണിയായുധം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം കൊണ്ടുവരാം. ഈ വിറക് വെട്ടാൻ പോകുന്നവരാണെങ്കിൽ കോടാലി ഉള്ളത് പോലെ തന്നെ, യുദ്ധത്തിന് പോകുന്ന വാളുള്ളത് പോലെ തന്നെ, തോക്കുള്ളത് പോലെ തന്നെ ഭാഗ്യാന്വേഷണ കയ്യിൽ ഈ ക്രിയാത്മക ആയുധം വേണം, പോസിറ്റീവ് തിങ്കിങ്. ഒന്നാലോചിച്ച് നോക്കുക, യുദ്ധത്തിന് പോകുന്ന ഒരാൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതും വേണം. അയാളെ ശരിക്കും വാളല്ല അയാളെ നയിക്കുന്നത്. ഈ വാളിന് പകരം അതിനേക്കാൾ വലിയൊരു വാള് ഒരു പടയം വന്നു കഴിഞ്ഞാൽ അയാളെ തീർക്കാവുന്നുള്ളൂ. പക്ഷെ ഇവരെ മുഴുവൻ ഞാൻ വെട്ടിമാറ്റി ഞാൻ വിജയിക്കുമെന്ന ചിന്ത ഉണ്ടല്ലോ, ആ ചിന്തയാണ് ഏറ്റവും വലിയ ആയുധം. അത് മനസ്സിന്റെ ആയുധമാണ്. അപ്പൊ ഇവിടെ ഈ ക്രിയാത്മകമായ ഈ ആയുധം പലരും കരുതുന്നത് പോസിറ്റീവ് ചിന്ത എന്നത് വെറും ഒരു സ്വപ്നം കാണൽ ആണെന്നാണ്. നമ്മുടെ ഇടയിൽ ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. പോസിറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോ നോക്കിയാലും ചില ആൾക്കാരെ പോസിറ്റീവ് എന്ന് വിളിക്കുന്നവരുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് പരിപാടി എന്നാണ് ആളുകൾ വരുന്നത്. നെഗറ്റീവ് പറയുമ്പോഴല്ലേ സുഖം കിട്ടുക. അത് ഗോസ്പൽ ഞാൻ അതിലേക്ക് വരാം. അതിന് സുഖമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഈ പോസിറ്റീവ് ഈ ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. എന്താണ് ധാരണ? പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത് വെറുതെ ഒരു സ്വപ്നം കാണുന്ന പരിപാടിയാണെന്നുള്ള ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അപ്പൊ പോസിറ്റീവ് ചിന്ത എന്നത് യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതല്ല. യാഥാർത്ഥ്യത്തെ നമ്മൾ നേരിടാൻ തയ്യാറെടുക്കുന്നതാണ് പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ നമ്മൾ ലക്ഷ്യമിടുമ്പോൾ, അവിടേക്ക് എനിക്ക് എത്തണം എന്ന് ആലോചിക്കുമ്പോൾ, അവിടെ ഞാൻ എത്തിച്ചേരും എന്ന് മുന്നേ കൂട്ടി കോൺഫിഡൻസോട് കൂടി പോകാനുള്ള എനർജി, ഇന്ധനം തരുന്നത് ഈ പോസിറ്റീവ് ചിന്തയാണ്. ഞാൻ ഈ യുദ്ധത്തിൽ ജയിക്കും, ഞാൻ ഈ പരീക്ഷയിൽ ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, ഞാൻ ഈ ബിസിനസ് നേടിയെടുക്കും, എനിക്ക് കിട്ടാനുള്ള പണം ഞാൻ വാങ്ങിച്ചെടുക്കും, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും,
എന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് പറയുന്ന, രോഗത്തെ അതിജീവിക്കുന്നല്ല, ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കും, അതാണ് ശരിയായ അഫർമേഷൻ. ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തെ ഞാൻ അതിജീവിക്കുന്നു പറയുന്നത് ഈ നെഗറ്റീവ് സാധനങ്ങളെയാണ് മൈൻഡ് എപ്പോഴും അട്രാക്ട് ചെയ്യുക. അപ്പൊ രോഗത്തെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. മിക്കവാറും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശരിക്കും ആളുകൾക്ക് അറിയില്ല. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ദുരിതങ്ങൾ തീർക്കണമേ, എന്റെ ദുരിതങ്ങൾ തീർക്കണമേ എന്ന് പറയുമ്പോൾ ഈ ദുരിതത്തിൽ കയറി മൈൻഡ് പിടിക്കും. അത് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാ ആ വാക്ക് അല്ലെങ്കിൽ ആ ചിന്ത ഉണ്ടാക്കുന്നത്. ആ ദുരിതം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിങ്ങനെ വിഷ്വലൈസേഷൻ ഉണ്ടാക്കുമല്ലോ, ഒരു ഗുഡ് ഫോർച്യൂൺസ് അല്ലാത്തത്, ബാഡ് ഫോർച്യൂൺസ്. അപ്പൊ അത് കയറി പിടിക്കും. അപ്പൊ എനിക്ക് നല്ല ദിവസങ്ങൾ നൽകണം, എനിക്ക് നല്ല ആരോഗ്യം നൽകണം, എനിക്ക് നല്ല ഗുഡ് മണി നൽകണം, നല്ല പണം നൽകണം, ബാഡ് മണി അല്ല ഗുഡ് മണി എന്നാ പറയുക. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം, പോസിറ്റീവ് ചിന്ത എന്നത് യാഥാർത്ഥ്യത്തെ അവഗണിക്കുകയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ നേരിടാൻ സജ്ജമാവുകയാണ്. ഒരു പ്രതിസന്ധി നമുക്കുണ്ടാവുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് ഭാഗ്യശാലികളുടെ രീതി. ഭാഗ്യശാലികളുടെ രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും അവര്. ഉടനെ അവർ അതാ ആലോചിക്കുക, സ്ഥലം വിടുകയല്ല. അത് നെഗറ്റീവ് ചിന്തകരുടെ രീതിയാണത്. ചിന്തയുടെ ഒരു ചങ്ങല അവരുണ്ടാക്കും. ദ ചെയിൻ ഓഫ് ലക്ക് എന്ന് അതിനെ വിളിക്കുക. ലക്കിന്റെ ചിന്തകളുടെ ഒരു ചങ്ങല. ഭാഗ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിന് ഒരു ശാസ്ത്രീയമായ വിശദീകരണം നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചിന്ത ഉണ്ടാവുന്നു, തോട്ട്, ഈ ഡീൽ എനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ചിന്ത. ഇത് എനിക്ക് മിക്കവാറും കിട്ടും, ഇത് ഞാൻ മിക്കവാറും ഇത് ഞാൻ പോയിട്ട് സതീഷ് ചില മാർക്കറ്റിംഗ് ആൾക്കാരെ കാണാൻ പോകുമ്പോൾ സതീഷ് പറയും, ഇത് ഞാൻ ചോദിച്ചിട്ടാ പോയിട്ട് ഇത് ഞാൻ നടത്തിയിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇയാൾ നടത്തിയിട്ട് വരുന്ന കാണാം. അപ്പം ഈ ചിന്തയാണ്. അപ്പൊ ഇത് സാധ്യതയുണ്ടെന്ന് അയാൾ വിചാരിക്കുകയാണ്. എന്നിട്ടോ അത് നൽകുന്ന ഫീൽ എന്താണ്, വികാരം എന്താണ്? ആവേശവും ആത്മവിശ്വാസവുമാണ് സതീഷിന് കൊടുക്കുന്നത്. ഇങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് ആവേശവും ആത്മവിശ്വാസവും നൽകുന്നു. ചിന്ത ആദ്യം വന്നു, പിന്നീട് അത് ഒരു ഫീലിംഗ് കൊടുത്തു, ഗുഡ് ഫീലിംഗ്. അതിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തനം, ആക്ഷൻ. നിങ്ങൾ കൂടുതൽ തയ്യാറെടുക്കുന്നു, ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. എന്താണ് അതിന്റെ ഫലം? അതിന്റെ റിസൾട്ട് എന്താണ്? വിജയമാണ് അതിന്റെ റിസൾട്ട്. ഇതിനെയാണ് ലോകം ഭാഗ്യം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഒരു സ്ഥലത്ത് ചിന്തയുണ്ടായി, ഒരു തോട്ടുണ്ടായി, ഗുഡ് തോട്ടുണ്ടായി. ആ ഗുഡ് തോട്ടിന് ശേഷം അത് നൽകിയ ഗുഡ് ഫീലിംഗ് ഉണ്ടായി, സപ്പോർട്ടിംഗ് ആണ്. അതിലൂടെ ആക്ഷൻ ഉണ്ടാവുന്നു, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, അതിന് റിസൾട്ട് ഉണ്ടാവും. ഇതാണ് പ്രോസസ്. യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രോസസ് ഇതാണ്. ഇതിനെയാണ് നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ഈ റിസൾട്ടിനെയാണ് ഭാഗ്യം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങൾ അങ്ങനെ RS സെറ്റ് ചെയ്തിട്ട് ആ RSലൂടെ നിങ്ങൾ അട്രാക്ട് ചെയ്ത ആ പ്രോസസ്സാണ് ഇവിടെ നടന്നത്. ദൈവത്തെ ആശ്രയിക്കുന്ന ആളുകളെ നോക്കുക. നമ്മൾ ആ ആശയത്തിലൂടെ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ദൈവത്തെ ആശ്രയിക്കുന്നവരുണ്ട് അല്ലെ? അങ്ങനെ ആശ്രയിക്കുന്നതിലൂടെ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് അവർ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഗുരുവായൂരോ അല്ലെങ്കിൽ ശബരിമലയിലോ അതല്ലെങ്കിൽ മോസ്കുകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളികളിലോ മാതാവിനെയോ യേശുക്രിസ്തുവിനെയോ അങ്ങനെ പല പല ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. മുത്തപ്പനെ ആരാധിക്കുന്നവരുണ്ടാവും, മറ്റു പല ഉണ്ടാവില്ലേ, കുട്ടിച്ചാത്തൻ പല ഉണ്ട്. ഓരോരുത്തരെയും ഇതനുസരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരാധനകൾ നടത്തുന്ന അവരെന്താ വിചാരിക്കുന്നത്? എന്നെ ഇത് രക്ഷപ്പെടുത്തും, ഈ വിശ്വാസം എന്നെ രക്ഷപ്പെടുത്തും, ഈ ഭാഗ്യം എനിക്ക് നൽകുന്നത് കൊണ്ടുവരും എന്നവർ ഉറച്ചു വിശ്വസിക്കുക. അപ്പൊ അങ്ങനെയാണ് ഈ ഭാഗ്യം കൊണ്ടുവരുന്ന ഉറച്ചു വിശ്വസിക്കുക. അവിടെ എന്താ നടക്കുന്നത് നോക്കാം. ഒരു തോട്ടുണ്ട്, എന്നെ രക്ഷപ്പെടുത്തും. ആ തോട്ടിൽ നിന്ന് അവർക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടായി, ഗുഡ് ഫീലിംഗ് ഉണ്ടാവുന്നത്. ആ ഗുഡ് ഫീലിംഗിൽ നിന്ന് ഇവരുടെ ഭാഗത്ത് ആക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമല്ലേ? അവ വെറുതെ ഇരിക്കല്ല, അവന് ആക്ഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവുന്നു. അപ്പൊ ഒരു പറയും ഈശ്വരനാണ്, ഭഗവാൻ എന്നെ രക്ഷിച്ചു എന്ന് പറയും. യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം തന്നെയാണ് രക്ഷിച്ചത്. ഭഗവാൻ അങ്ങനെ വന്ന് രക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള മറ്റു കാര്യം, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ പ്രോസസ്സാണ്. ഇതാണ് ഈശ്വരന്റെ അനുഗ്രഹം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണെന്നേ. ഇതാണ് നമ്മളാണ് ഈശ്വരൻ നമ്മൾ പറയാറില്ലേ? നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ, ഈശ്വരത്വം നമ്മുടെ ഉള്ളിലാണെന്ന് പറയില്ലേ? അതിനെ ഉണർത്തിക്കൊണ്ട് നമ്മൾ ആ ഈശ്വരത്തെ പ്രവർത്തിപ്പിക്കുക, റിസൾട്ട് ഉണ്ടാവുകയാണ്. അപ്പം ഇത് ഞാനൊരു കാര്യം പറയാം. ഇപ്പോ നമുക്ക് ഈ ഒരു സാധനത്തില് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു കാര്യത്തില് റസൽ കോൺവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വജ്രങ്ങളുടെ ഏക്കറുകൾ എന്ന വലിയ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ വാർഫീൽഡില് മരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പുരോഹിതന്മാർ പോകും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് കുർബാന നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ കുർബാന നടത്തുന്ന അവരെ അന്ത്യ കുദാശ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പട്ടാളക്കാരൻ, അമേരിക്കൻ പട്ടാളക്കാരൻ പിന്നെ മരിക്കാറായി കിടക്കുകയാണ്. ഇയാൾ അവിടെ ചെന്ന് അടുത്ത് എന്ന് നോക്കുമ്പോൾ ഈ റസൽ കോൺവെലിനോട് പറഞ്ഞു,
ഫാദർ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞു, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പൊ ഈ പോക്കറ്റിന്റെ അകത്തേക്ക് കൈ താഴ്ത്തി. അപ്പൊ ഇയാൾ എടുക്കുമ്പോൾ അല്ല ഇൻസൈഡ് പോക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് വേറൊരു പോക്കറ്റ് ഉണ്ട്. അത് നോക്കുമ്പോൾ അവിടെ ഒരു പേഴ്സ്. അപ്പൊ എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പിന്നെ ഏതെങ്കിലും അവിസ്മരണീയമായ നിമിഷങ്ങളോ ആരുടെയെങ്കിലും സൂക്ഷിച്ചിരിക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കത്തിന്റെ എന്തെങ്കിലും ആയിരിക്കാം. അത് വീട്ടിലെത്തിക്കാനായിരിക്കും പറയുക എന്ന് വിചാരിച്ചിട്ട് തുറന്നു നോക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പൊ വീണ്ടും അതിന്റെ ഇൻസൈഡ് പോക്കറ്റ് എന്ന് ഇയാൾ കൈകൊണ്ട് കാണിച്ചോളൂ. കാണിച്ച് അകത്തേക്ക് പോകുമ്പോൾ ഒരു $100 സിംഗിൾ ഡോളർ അതിനുള്ളിൽ മടക്കി വെച്ചിരിക്കുക. അപ്പൊ അയാൾ കൈ നീട്ടി അതെടുത്ത് തരാൻ. അപ്പൊ ഇദ്ദേഹത്തിന് വലിയ സങ്കടമായി. കാര്യം ഈ മരിക്കാൻ നേരത്ത് ഇയാൾ ഈ പണത്തെക്കുറിച്ചാണല്ലോ പറയുന്നതെന്ന് ഫാദർ റസൽ കോൺവെൽ വിചാരിച്ചു. പക്ഷെ അയാൾ ഇങ്ങനെ കൈ നീട്ടിട്ട് ഗീവ് മീ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ആ പൈസ എടുത്തിട്ട് ഈ $100 എടുത്ത് അയാളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ മരിക്കാൻ പോകുന്ന മനുഷ്യൻ ഇതിങ്ങനെ ആ $100 ഇങ്ങനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഫാദർ ഈ $100 ആണെങ്കിൽ ബെറ്റർ, ഞാൻ മരിക്കുന്ന പ്രശ്നമില്ല എന്ന്. അയാൾ മരിച്ചില്ല. അയാൾ പിന്നെയും 1 വർഷത്തോളം നീണ്ട് ജീവിച്ചു എന്നാണ് റസൽ കോൺവെൽ. പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇയാളുടെ ആത്മവിശ്വാസം ഉണ്ടോ നമ്മൾ ഈ പറഞ്ഞ അയാൾ തട്ടിപ്പോണ്ട സമയത്ത് അയാൾ തട്ടിപ്പോയില്ല. അപ്പൊ ഈ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് റസൽ കോൺവെൽ പിന്നീട് 2 പേരുടെ ജീവിതം നയിച്ചു എന്നാണ്. അയാൾ ഒന്ന് റസൽ കോൺവെലിന് വേണ്ടി, മറ്റേത് ഇയാൾക്ക് വേണ്ടിയും. ഇയാൾ ആത്മവിശ്വാസത്തിന്റെ ധീരതയുടെ എക്സ്ട്രീം ലെവൽ, അതിനുവേണ്ടിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അതിനുവേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യദൃഷ്ടിയെക്കുറിച്ച് പറയും. എന്താണ് ദ വിഷൻ ഓഫ് ലക്ക്? അത് നമ്മൾ കാക്കക്കണ്ണെന്നും കഴുകന്റെ ദൃഷ്ടികൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അസാമാന്യമായ ഒന്നാണ് വിഷൻ ഓഫ് ലക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് ചിന്താഗതിക്കാരൻ എന്തായിരിക്കും എപ്പോഴും ഉണ്ടാവുക? അയാൾക്ക് ഒരു തരിശു ഭൂമി കാണുക എന്ന് വിചാരിക്കുക. ഒരു തരിശു ഭൂമി കാണുമ്പോൾ അവിടെ വരൾച്ചയെക്കുറിച്ച് മാത്രമായിരിക്കും അയാൾ ചിന്തിക്കുക, അല്ലെ? വരൾച്ചയെക്കുറിച്ചാണ് ചിന്തിക്കുക. അതേ സമയത്ത് ഒരു പോസിറ്റീവ് ചിന്തയുള്ള ഒരാൾ അവിടെ ഒരു ഫാം ഹൗസോ അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ സ്വപ്നം കാണും. ഒരു കോഴിക്കച്ചവടക്കാരൻ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കോഴി ഫാം ഉണ്ടാക്കാന്ന് വിചാരിക്കും. അതേസമയം റിയൽ എസ്റ്റേറ്റുകാരനാണെങ്കിൽ, ഒരു ബിൽഡർ ആണെങ്കിൽ അവിടെ അതിമനോഹരമായിട്ടുള്ള വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി അവിടെ അത് പണിയും, ഇല്ലേ? മൈൻഡിൽ തന്നെ ബ്ലൂ പ്രിന്റ് വരും. അപ്പൊ തന്നെ വരും. അപ്പൊ അവരുടേത് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഒരു തരിശു ഭൂമി കാണുന്ന ഒരാൾക്ക് ഒരു ഫാം ഹൗസോ ഫാക്ടറിയോ അവിടെ സ്വപ്നം കാണുന്നു. ഞാനിപ്പോ ഈ അടുത്ത ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ട് ഫാമിങ്ങിനെ കുറിച്ചാണ്. സഹാറ മരുഭൂമിയില് അസാമാന്യമായിട്ട് എത്രയോ ഒരു 100-300 ഏക്കർ സ്ഥലത്ത് പിന്നെ പ്ലാവിന്റെ കൃഷി നടത്തുന്നു. ജാക്ക് ഫ്രൂട്ട് കൃഷി അസാമാന്യം കേട്ടോ കാണുന്നുണ്ട്. അത് ഈ ചക്കക്കുരു കൊണ്ടുവന്നിട്ട് മുളപ്പിച്ച് ഈ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ നിന്ന് വന്ന നല്ല ഓർഗാനിക് ആയിട്ട് ചക്കക്കുരു കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചതിനെ പതുക്കെ വളർത്തിയിട്ട് വലിയൊരു പ്ലാവിന്റെ തോട്ടം ഉണ്ടാക്കിയിട്ട് വലിയ ചക്ക ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ട് അത് പ്രോസസ് ചെയ്യുന്ന പരിപാടി. സഹാറ മരുഭൂമിയില് വെള്ളം ആഴത്തി കുഴിച്ചെടുത്തിട്ട് 100 അടി ആഴത്തിലേക്ക് കുഴിച്ചെടുത്തിട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ആ വെള്ളം കാണുന്നതിന്റെ സന്തോഷം ഉണ്ടല്ലോ. വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് ചീറ്റി തെറിക്കുമ്പോൾ കൂട്ടം കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെ ആഹ്ലാദവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരു വലിയ വിഷനാണ്. ഇത് നമുക്ക് യൂട്യൂബില് ഈ പിന്നെ ഡെസേർട്ട് ഫാമിംഗ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് കിട്ടും. അതിമനോഹരമാണ്, ആവേശം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും മനസ്ഥിതി അനുസരിച്ചാണ് നമ്മൾ സ്വപ്നം കാണുക. നെഗറ്റീവ് ചിന്താഗതിക്കാരൻ കാണുന്നതല്ല പോസിറ്റീവ് ചിന്താഗതിക്കാരൻ കാണുന്നത്. സാധ്യതകളുടെ ഒരു കടല് അവൻ കാണും. ആ ഭാഗ്യത്തിന്റെ ആ കടലിൽ നിന്ന് അവൻ ഭാഗ്യമുത്തിന്റെ മുത്തുകൾ, മീനുകൾ ഒക്കെ അവൻ വാരിയെടുക്കും. അതാണ് അവന്റെ കാഴ്ചയുടെ പ്രശ്നമാണ്, കാഴ്ചപ്പാടിന്റെ പ്രശ്നം. ലക്ക് ഓഫ് വിഷൻ. മെന്റാലിറ്റി റോബിൻചേട്ടൻ പല ഇതിലും പറയുന്ന ഒരു മെന്റാലിറ്റി ആയിട്ട് ഇതിന് ബന്ധമുണ്ടല്ലോ. ഇപ്പൊ ബെന്നിച്ചേട്ടൻ കണ്ടല്ലോ, ബെന്നി വാഴപ്പള്ളിയിൽ ഇന്തോനേഷ്യ പോയിട്ട് സുമാത്രയില് കോൾ മൈൻഡ് അന്ന് നമ്മുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞ ചേട്ടാ, പുള്ളി ആ കോൾ മൈൻ ചെയ്യുന്ന സ്ഥലത്ത് ഖനിയില് ജോലിക്കാരനായിട്ട് പോയിട്ട് ഈ ഖനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൽക്കരിക്ക് വില കുറഞ്ഞ സമയത്ത് ഇതിന്റെ ഉടമകള് അത് വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഇയാൾ ഇത്രയും നാൾ നിന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി അത് എനിക്ക് തന്നേക്കാവെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ അതിന് ചോദിക്കാനുള്ള ഒരു മനോഭാവം. അപ്പൊ ഒരിക്കലും ഈ പൈസക്ക് ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ബാങ്ക് ലോണൊക്കെ എടുത്ത് അടച്ചോ എന്ന് പറഞ്ഞു. ആ സമയത്ത് കോവിഡ് വന്നപ്പോഴും ഇയാൾ വളരെ പോസിറ്റീവ് ചിന്തയോടുകൂടി അതെടുക്കാൻ തയ്യാറായി. അതിനുശേഷം ഇതെടുത്ത് ലോകത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡിന് ശേഷം ആൾക്കാരൊക്കെ വീട്ടിലിരുന്നപ്പോൾ വൈദ്യുതിക്ക് ചെലവ് കൂടുകയും അതുണ്ടാക്കാനായിട്ട് കോൾ ആവശ്യമായിട്ട് വരും. യൂറോപ്പിലേക്കൊക്കെ വൻതോതിൽ വരികയും
ഈ 16 രൂപയുടെ കോളിൽ 26 രൂപ 36 രൂപ 46 രൂപ 56 രൂപ അതൊക്കെ റഷ്യ എണ്ണ പിന്നെ വാതക സപ്ലൈ നിർത്തുകയും ചെയ്തു യൂറോപ്പിലേക്ക്. അപ്പൊ ചില്ലറ മാറ്റമാണോ ഉണ്ടായത്? ആ സാധനം കൊണ്ട് പറയില്ലേ? അതെ അതൊക്കെ ആ സ്ഥിരമായ ഒരു ഉത്സവമില്ല. ആ ചേട്ടൻ ഇവിടെ വന്നിരുന്ന് പറയുമ്പോ ഒരു ഇന്തോനേഷ്യയിൽ പോയി സുമാത്ര പോലെ ഈ എന്താ വെച്ചാൽ ഇത്രയും അധികം ഭൂകമ്പങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിമാൻഡിനനുസരിച്ച് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ബ്ലാക്ക് മാജിക്കിനെ വരെ അതിന്റെ സഹായം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കപ്പലിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നടക്കൂല. അപ്പൊ ആള് ചിന്തിച്ചപ്പോ അവിടെ ഭയങ്കര നിർത്തി മഴയെ വരെ ആ പോസിറ്റീവാണ് അല്ലെ. അതിനെ ഭാഗ്യമെന്നാണോ എന്താ പറയാ? മഴയെ നിർത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞ തലയ്ക്ക് പിന്നിലെ പവർ അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ഉള്ളത് ഭാഗ്യം എന്നത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ള സാധ്യതകളെ തിരിച്ചറിയാനുള്ള കഴിവാണ്. അതെ തീർച്ചയായും നമുക്ക് തിരിച്ചറിയാൻ ശരിക്കും റിസ്ക് എടുക്കുകയാണ്. സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിവിലൂടെയാണ് ആ കമ്മ്യൂണിക്കേഷൻ വന്നത്. ബെന്നി വാഴപ്പള്ളിക്കാണെങ്കിൽ അന്ന് വേറെ ഏതെങ്കിലും ഒരു ഖനിയിലേക്ക് മാറി സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാം, ഇതിലും കൂടുതൽ ശമ്പളം മേടിക്കാം. പക്ഷെ അദ്ദേഹം ഈ വഴി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇപ്പൊ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെ. അല്ല, ഒരുപാട് കാര്യങ്ങൾ. അയാളിപ്പോ ഒരു കോൾ രാജാവാണ് അവിടെ. അതെ. അപ്പൊ ഈ മനസ്സ് നെഗറ്റീവ് ആവുമ്പോൾ അത് സംഭവിക്കുന്ന വെച്ചാൽ ടണൽ വിഷൻ വരും. ഇടുങ്ങിയ കാഴ്ചയാണ്. ഈ വലിയ കാഴ്ച നിന്നും വിഷൻ മാറിയിട്ട് ഇടുങ്ങിയ കാഴ്ച ഉണ്ടാക്കുന്നത് വലിയ അവസരങ്ങളെ പോലും കാണാതിരിക്കാൻ സഹായിക്കും നമ്മളെ. ഈ കാണേണ്ട വലിയ അവസരങ്ങളില്ലേ, ആ വിഷൻ അങ്ങ് ചെറുതാവും. അപ്പൊ ഇതിന് മുകളിലും താഴെയും ഇവിടെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റാതാവും. ടണൽ വിഷൻ എന്നാണ് പറയുക. അപ്പൊ ടണൽ വിഷനുള്ള ആളുകൾക്ക് അവസരങ്ങൾ കാണാൻ കഴിയില്ല. അവർ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരിക്കും. ഇടുങ്ങിയ ചിന്താഗതി എന്ന് പറയും, മനസ്സിലായില്ലേ? ചെറുതേ കാണുകയുള്ളൂ. അപ്പൊ പിന്നെ ഉള്ളത് അടുത്തൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, ഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം സെൽഫ് ടോക്കാണ്. നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാഗ്യം നിർണ്ണയിക്കുന്നത്. നമ്മളോട് തന്നെ ഇരുന്ന് പറയണം. നമ്മളോട് തന്നെ സംസാരിക്കുന്ന സ്വയം സംസാരം ഉണ്ടല്ലോ. ഞാനൊരു പരാജയമാണ് എന്ന് പറയുന്നവന്റെ ശരീരഭാഷയും സംസാരവും പരാജയത്തിൻ്റെത് മാത്രമായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഭാര്യ ഭർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് മക്കളോടൊക്കെ പിണങ്ങിയിട്ട് ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ ചെന്ന് കയറിയാൽ, പ്രായമൊന്നും ബാധകമല്ല ഇപ്പം, ചെന്ന് കയറുമ്പോൾ ഈ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുന്ന അടുക്കളയിൽ കയറിയിട്ട് പാത്രങ്ങൾ എടുത്തിട്ട് പിറുപിറുത്തുകൊണ്ട് ആവർത്തിച്ചു. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ ആലോചിക്കണ്ടായിരുന്നു, എന്നെ അവിടേക്ക് കെട്ടിച്ചു വിടാന്ന് പറഞ്ഞായിരുന്നു. ഞാനപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് പോയി, നിങ്ങളെ നിങ്ങളെ വെച്ചോ മുഴുവൻ നമുക്ക് കേൾക്കാൻ പറ്റില്ല. സ്വയം സംസാരമാണ് അവിടെ കേൾക്കുന്നത്. മൊത്തം നെഗറ്റീവാണ്, നമുക്കറിയാം. ഇതാണ് പരിപാടി എന്നറിയാം. നമ്മൾ അകത്തേക്ക് കയറി ചെന്ന് അടുത്തേക്ക് ചെല്ലുമ്പോൾ സംസാരം നിർത്തും. എന്താ നീ സംസാരിക്കുന്നത്? ഒന്നുമില്ല. ഈ സ്വയം സംസാരം തന്നെയാണ് എല്ലാ ദിവസവും. പുരുഷന്മാരും തൊട്ടത്, സ്ത്രീകൾ മാത്രമല്ല, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. സ്വയം എന്നിട്ട് രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ടാണ് മദ്യപാനത്തെ തുടർന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ മക്കളൊന്നും മൈൻഡ് ചെയ്യില്ല, അമ്മയെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇത് സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെ, എല്ലാവരെയും, കുടുംബത്തൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഈ പ്രതിഷേധം മുഴുവൻ തീർത്തുകൊണ്ട് അപ്പൊ ഇതിന്റെ ശബ്ദം നമുക്ക് മനസ്സിലാവുന്നത് ഈ പാത്രങ്ങൾ താഴെ വീഴുന്നതിന്റെ കട 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 അതിന്റെ സ്പീഡിലാണ് നമുക്ക് മനസ്സിലാവുക. ശബ്ദം ഇത് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അവിടെ തകർക്കൽ തുടങ്ങി നമുക്ക് മനസ്സിലാവും. മിക്കവാറും ഒക്കെ പാത്രങ്ങളെല്ലാം ഈ ഇൻഡാലിയും അതുപോലെ തന്നെ മറ്റ് ലോഹപാത്രങ്ങളാണല്ലോ. ഇപ്പൊ മറ്റു പൊട്ടുന്ന പാത്രങ്ങളൊക്കെ കുറവല്ലേ, അതുകൊണ്ട് തന്നെ ശബ്ദവും കുറച്ച് കൂടും എന്നാണ് കാണുന്നത്. അപ്പം ഈ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. അപ്പം ഇതിന്റെ സ്വാധീനം എന്താ വെച്ചാൽ ഈ പോസിറ്റീവ് ചിന്തയുള്ള ഒരാള് സംസാരിക്കുമ്പോൾ ആ ഊർജം, വൈബ് മറ്റുള്ളവരേക്ക് പടരും. നമ്മൾ അങ്ങനത്തെ ആളുകൾ വന്ന് കയറിയാൽ നമുക്ക് അപ്പം അറിയാം പോസിറ്റീവ് ചിന്ത ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മളൊന്ന് ഉഷാറാവും. വന്നല്ലോ, എന്തൊക്കെയാ വിശേഷം, നമ്മൾ അറിയാതെ തന്നെ ഒന്ന് ഉണരും ആ വൈബ്. ഇത് ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാനും നിങ്ങളുമായി സഹകരിക്കാനും താല്പര്യമുണ്ടാക്കും. ഇത് കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വഴി തുറക്കും. ഇതാണ് ചിന്ത മാറുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. മലിനമായ ചിന്തകൾ എന്തായിരിക്കും സംഭവിക്കുക? മെന്റൽ ഡീടോക്സ്, നമ്മുടെ ഭാഗ്യം നശിപ്പിക്കുന്ന ചില കാര്യങ്ങളെ നെഗറ്റീവ് ഇൻപുട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. അത് ഗോസിപ്പ് അതിലൊന്നാണ്. ഇത് മനസ്സിന്റെ സർഗാത്മകത നശിപ്പിച്ചു കളയും. നേരത്തെ സതീഷ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഗോസിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഗോസിപ്പാണിത്. ഇത് നമ്മുടെ മനസ്സിന്റെ സർഗാത്മകത നശിപ്പിക്കുന്നു. ക്രിയേറ്റിവിറ്റി ഇല്ല അതിനകത്ത്. മറ്റൊരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് കുറ്റം ഗോസിപ്പ് പറയാതിരിക്കുക എന്നത് വളരെ വളരെ സുപ്രധാനമായ കാര്യമാണ്. മറ്റൊരാളുടെ അഭാവത്തിൽ, അയാൾ ഉള്ളപ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞോളൂ, പക്ഷെ അയാളുടെ അഭാവത്തിൽ ഒരിക്കലും പറയരുത്. ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ സംഭവിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് കേൾക്കുന്ന സമയത്ത് കേൾവിക്കാരന് ഒരു ചെറിയ സുഖമൊക്കെ കിട്ടും.
ഈ ആളെ പിറ്റേ ദിവസം നമ്മൾ കാണണമെന്ന് തോന്നുന്നു. എന്താ വിശേഷം എന്നൊക്കെ വിളിച്ചു നോക്കി, ഈ ഗോസിപ്പ് ഒന്ന് കേൾക്കാൻ വേണ്ടി. ഈ നെഗറ്റീവ് ഊർജ്ജം നമുക്കൊന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കി അറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് കേൾക്കുന്ന ഇഷ്ടക്കേടുണ്ടായി തുടങ്ങും. അതെന്തുകൊണ്ടാണ് കാര്യം എന്ന് വെച്ചാല് ആ ലേബല്, ഈ ഒരു ഏഷണിക്കാരൻ എന്നൊരു ലേബലിലേക്ക് ഈ വിളിക്കുന്ന ആള് മാറും. അയാളെ നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ ഗുരുതരമായി, ഇവൻ നാളെ എന്നെക്കുറിച്ചും ഇത് പറയാൻ സാധ്യതയില്ലേ എന്ന് നമ്മൾ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു ഗോസിപ്പുകാരൻ എന്നുള്ള ലേബലിലേക്ക് നമ്മൾ വീഴാതിരിക്കുക എന്നാണ് ചെയ്യേണ്ട കാര്യം. എന്നെക്കുറിച്ച് നാളെ ഇത് പറയുമല്ലോ എന്ന് ചിന്തയുണ്ടാവും. അപ്പൊ ഗോസിപ്പ് ഒരു വലിയ സംഗതിയാണ്. ഈ ഇല്ലാതിരിക്കും ഒരാളില്ലാത്തപ്പോഴല്ലേ ഗോസിപ്പ് പറയാൻ പറ്റുള്ളൂ. അല്ല, പറയാൻ പറ്റുള്ളൂ, അത് പറയരുത്. അത് പറഞ്ഞ വലിയ അപകടമുണ്ട്. ഇത് നിന്നെ കുറിച്ച് അയാൾ എന്താ പറഞ്ഞെന്ന് അറിയുമെന്ന് വേറൊരാൾ അപ്പുറത്ത് പോയി പറയും. അതൊരു നെഗറ്റീവ് ഇൻപുട്ടാണ്. നെഗറ്റീവ് ഇൻപുട്ടാണ്. അത് ഭാഗ്യം വരാതിരിക്കാനുള്ള ഒരു നെഗറ്റീവ് ഇൻപുട്ടാണ്. പക്ഷെ മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ളതും അതങ്ങനെ സ്പ്രെഡ് ചെയ്ത്, ഇപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ പറ്റി ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു 10 പേര് പോലും അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത്രയും നാളും ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ കുറെ ടോക്കും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തെ പറ്റി എന്നോട് ചോദിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കഴിഞ്ഞ് വളരെ കൂടുതൽ ആൾക്കാരാണ്. സോ അത് ഒരു എന്താ പറയാ, അത് ഗോസിപ്പായിട്ടാണോ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വീഴാൻ നോക്കിയിരിക്കുന്ന ഒരു സംഭവം. നമ്മളിപ്പോ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഭാഗ്യത്തെക്കുറിച്ച്, ഭാഗ്യശാലികളെ കുറിച്ച്, ഭാഗ്യം വരുന്ന വഴികളെ കുറിച്ച്. ഈ പറയുന്ന ആളുകൾ എവിടെയാ നിൽക്കുന്നത്? ഭാഗ്യശാലികളാണോ നിർഭാഗ്യവന്മാരാണോ? 90% നിർഭാഗ്യവന്മാരായിരിക്കും. അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ വരുമ്പോ ഏറ്റവും കൂടുതൽ സതീഷ് പറഞ്ഞ പോലെ നെഗറ്റീവ് പറയുന്നവരാണ് കൂടുതൽ, ഭാഗ്യം വരുന്നവര് കുറവാണ്. ആ നെഗറ്റീവ് പറയുന്നവര്, ഈ വാദം ഉയർത്തുന്നവര്, ഗോസിപ്പ് പറയുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാരൊന്ന് പോസിറ്റീവിലേക്ക് ഒന്ന് കടന്നു നോക്കൂ. അവരുടെ മൈൻഡ് സെറ്റ് അപ്പൊ നെഗറ്റീവിലേക്ക് മാത്രം ഇരിക്കുകയാണ്. അത് മാറ്റി നോക്കൂ. ആ മാറ്റി നോക്കുമ്പോൾ അവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ അവരുടെ ജീവിതം മാറുന്നത് കാണാം. നമ്മളറിയില്ല. നമ്മൾ പലപ്പോഴും ഞാൻ ഗോസിപ്പിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഈ ഗോസിപ്പ് ജന്മനാ ഉള്ള ആളുകളുണ്ട്, അതൊരു ജീവിതവ്രതമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു മൈൻഡ് സെറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പിടിയിൽ പെട്ടുപോയപ്പോൾ നമ്മൾ പെട്ടുപോകും. നമ്മൾ പിന്നെ അതല്ലേ, നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് കുറ്റം പറയുന്നത് എന്നോട് പറയണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ ഫോൺ എടുക്കൂല. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ പതുക്കെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് കേൾക്കുമ്പോൾ. ഇത് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രോത്സാഹിപ്പിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന്. അപ്പൊ ഇതാണ് ഗോസിപ്പിന്റെ ഒരു കുഴപ്പമെങ്കിൽ. വേറൊരു കൂട്ടരുണ്ട്, വിക്ടിം മെന്റാലിറ്റി ഉള്ള ആളുകൾ, ഇരവാദം. ഇത് വലിയൊരു സംഭവമാണ്, ഇരവാദം. ലോകം മുഴുവൻ എനിക്ക് എതിരാണെന്ന് ചിന്തിക്കുന്ന ഈ ആൾക്കാർ ഭാഗ്യത്തെ പാടെ അകറ്റി നിർത്തും. എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവരും എനിക്ക് എതിരാണ്. ഈ ഇരവാദത്തിൽ ക്ലൗഡ് 9 എത്തുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, നിങ്ങൾ എന്നെ എടുത്തോ, എന്നെ എന്ന് സഹായിക്കണം, വയ്യ എന്നൊക്കെ പറഞ്ഞ ഇരവാദികളുടെ ഒരു സാധനം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഇവരാണ്. സർക്കാരിനെ കുറ്റം പറയും, ചുറ്റുമുള്ളവരെ മൊത്തം കുറ്റം പറയും. ഇരവാദികൾ എന്റെ തകർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരാണെന്ന് സദാ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കിപ്പം ഇവിടെ ഇത്രയും വലിയ റോഡൊക്കെ ഉണ്ട്, ഇത്രയും വലിയ റോഡുണ്ട്. ഞാനും സതീഷും കൂടെ ഒരു ദിവസം കുറ്റിപ്പുറത്തുനിന്നാണ് ഇപ്പുറത്തുനിന്നാണ് എടപ്പാളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 1 മണിക്കൂർ ചില്ലറ എടുത്തോളൂ അല്ലെ. എന്നിട്ട് വഴിതെറ്റി പോയിട്ട് കോഴിക്കോട് നിന്ന് കണ്ണു തുറന്നപ്പോഴത്തേക്കും കൊയിലാണ്ടി എത്തിപ്പോയി. മനസ്സിലായില്ലേ? ആ റോഡ് ഇവിടെ വന്നല്ലോ. നിങ്ങൾ റോഡ് കണ്ടിട്ടുണ്ടോ എന്ന് ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ റോഡൊക്കെ എന്നേ നമുക്ക് അവകാശപ്പെട്ടതല്ലേ, ഇതൊക്കെ നോർത്ത് ഇന്ത്യക്കാർ കൊണ്ടു കൊടുത്തിട്ട് ഇപ്പോഴല്ലേ സാർ വന്നത്, ഇതൊക്കെ എപ്പോഴോ വരേണ്ടതല്ലേ. അപ്പൊ നമ്മളൊക്കെ അവഗണിക്കപ്പെടുകയാണ്. അതൊരു വലിയ നേട്ടമായിട്ടൊന്നും കാണാൻ പാടില്ല. സർക്കാർ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഇങ്ങനെയാ പറയുന്നത്. അതിന് രാഷ്ട്രീയമാ പറയുന്നേ. അല്ല, നമ്മൾ കോഴിക്കോട് കൊണ്ട് നമ്മൾ ആ വഴി വന്നതുകൊണ്ട് കൊയിലാണ്ടി വരെ പോയി. അതിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഇരവാദത്തിന്റെ ഒരു ലക്ഷണമാണ്. ആ പറയുന്നത് ഇരവാദമാണെന്ന് അവർക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവില്ല. അതാണ്, അതൊരു വലിയൊരു ദുര്യോഗമാണ്. അപ്പൊ അതിന് പൊളിറ്റിക്സിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ആ ഇരവാദം ഇങ്ങനെ പറയുമ്പോൾ സർക്കാരിന് കുറ്റം പറയും, ചുറ്റുമുള്ളവർ കുറ്റം പറയും. ഇങ്ങനെയാണ് എന്റെ തകർച്ചയ്ക്ക് കാരണം മുഴുവൻ ഇരവാദികൾ പറയുക മറ്റുള്ളവരാണ് എന്നാ പറയുക, ഞാനാന്ന് പറയില്ല. എന്റെ തകർച്ചയ്ക്ക് മുഴുവൻ കാരണം ഒരു ദിവസം മുഴുവൻ സംസാരിക്കാനുള്ള വിഷയമുണ്ട്. ഇത് വിക്ടിം മെന്റാലിറ്റി, ക്രാബ് മെന്റാലിറ്റി, ടോൾ പോപ്പി സിൻഡ്രോം ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ദിവസം മുഴുവൻ സംസാരിക്കണം, എന്നാലും തീരില്ല. അതിന് കാരണം അതിന്റെ മനഃശാസ്ത്ര തലം, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, സൈക്കോളജിക്കലി എങ്ങനെയാണ് അത് മാറ്റാൻ കഴിയും, ഒരു സൊസൈറ്റി അത് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പം ഇത് ഒരു സ്വയം കുറ്റം പറയാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു വാദത്തെ, ഈ ഒരു ഭാഗ്യത്തിന്റെ, ഈ ഒരു ഡിസ്കഷന്റെ ഒരു അവസാന ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മളിതിനെ പൊതുവായി പറയുമ്പോൾ ഭാഗ്യം എന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു റേഡിയോ സെറ്റ് ശരിയായ സ്റ്റേഷനിൽ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്.
ഒരു ട്യൂണിംഗ് ഉണ്ട്. ഒരു റേഡിയോ സെറ്റ് ട്യൂൺ ചെയ്യുന്ന പോലെയാണ്. ആ പോസിറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വരികയും നെഗറ്റീവ് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് ട്രാൻസ്മിഷൻ കണ്ടിട്ടില്ലേ, വളരെ മോശമായിട്ടുള്ള കറക്റ്റായിട്ട് ഭാഗ്യം ട്രാൻസ്മിറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെക്കണം. ട്യൂൺ ചെയ്ത് വെക്കണം. ആ ട്യൂൺ ചെയ്ത് വെച്ചാൽ നല്ല സാധനം മാത്രം കേട്ടുകൊണ്ടിരിക്കും. സിഗ്നൽസ് എല്ലായിടത്തും ഉണ്ട്, അത് നമ്മൾ ട്യൂൺ ചെയ്ത് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ആ സിഗ്നൽസ് എല്ലായിടത്തും ഉണ്ട്. ഫോർച്യൂൺ, അബാൻഡൻസ്. ഇവിടെ ലോകത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് ആവശ്യത്തിലധികമുണ്ട് ലോകത്ത്. സതീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നെഗറ്റീവ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്യൂൺ ചെയ്ത് വെക്കുന്നത് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഭാഗ്യം ഉള്ള ഒരു കുറവും ഭാഗ്യമില്ലാത്തൊരു കൂടുതലും വരുന്നത്. അല്ല, എന്നിട്ട് നമ്മുടെ ആൾക്കാർ എന്താ വിശ്വസിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സുകൾ വരട്ടെ, നെഗറ്റീവ് കമന്റ്സുകൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ട്രാഫിക്കിന് വേണ്ടിയിട്ട്. അവരെന്താണ് നമ്മൾ തുറന്നു നോക്കിയാലും ഇപ്പൊ ടോണി അച്ചായൻ കൊടുത്ത അല്ലെങ്കിൽ വീഡിയോകൾ കൊടുത്ത ആൾക്കാരെ നിങ്ങൾ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനത്തെയാണ് ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു നെഗറ്റിവിറ്റിയാണ് ഇപ്പൊ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അത് കൂടുതൽ ആളുകൾ കണ്ടിട്ട് എന്താ കാര്യം? കൂടുതൽ ആളുകൾ കാണുന്നത് ടോണി അച്ചായൻ ഗുണം ഉണ്ടാകത്തേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് യൂട്യൂബിലും മറ്റൊരാളുകൾ അത് നടത്തുന്ന ഒരാൾക്ക് അതിന്റെ പിന്നിലൊരു ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അവർക്ക് കൂടുതൽ പൈസ കിട്ടും. പക്ഷെ ഇതിനകത്ത് പോയിട്ട് ഇത് ചെയ്യുന്ന ആളുകൾ അറിയാതെ ഇതിൽ കുടുങ്ങി പോവല്ലേ? അതെ, ഈ അവരത് ചെയ്തുകൊണ്ടേയിരിക്കാം. അവർ കൂടുതൽ കലുഷിതം മോശമായിക്കൊണ്ടിരിക്കും. അവരെ വിളിച്ച് മറ്റൊരു കാശുണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കാശുണ്ടാക്കുന്ന ആരാണ് ശരിക്കും? അമേരിക്കയിലിരിക്കുന്ന സായിപ്പ്. അവൻ അവന്റെ ആൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്റെ കാഞ്ഞ ബുദ്ധി അവൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതെ. അപ്പൊ അതിൽ നമ്മൾ വീഴണമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോ നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക്. നന്നായി ചിന്തിക്കുക. ഭാഗ്യം എന്നത് ദ റിസൾട്ട്, അത് നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്ക് ടു ബാക്ക് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും.